ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ബഹിരാകാശ മേഖലയിൽ രാജ്യത്തിന്റെ പുരോഗതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കരണങ്ങളിലൂടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിലൂടെയുള്ള പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചന്ദ്രയാൻ 3 ദൌത്യവിജയത്തിന്റെ ഭാഗമായുള്ള ദേശീയ ബഹിരാകാശ ദിനാഘോഷം 23-ാം തീയതി ആഘോഷിച്ചത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യദിനത്തിൽ ചുവപ്പുകോട്ടയിൽ പ്രസംഗിക്കവെ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത 1 ലക്ഷം യുവജനങ്ങൾ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെടണമെന്ന് താൻ ആവശ്യപ്പെട്ട കാര്യം ശ്രീ നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. ഈ ആഹ്വാനത്തിന് വലിയ തോതിലുള്ള പ്രതികരണമുണ്ടായി. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി തന്നെ പരിവർത്തനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടി സംബന്ധിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. രാജ്യമെമ്പാടുമുള്ള ജനങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കാനും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന തത്വം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിഞ്ഞെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. മൃഗങ്ങളുടെ കൊമ്പുകൾക്കായി അവയെ വേട്ടയാടുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ അരുണാചൽ പ്രദേശിലെ ചില യുവാക്കൾ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത് ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. മഴവെള്ള സംഭരണം, അമ്മയുടെ പേരിൽ മരം നടീൽ പരിപാടി എന്നിവയിൽ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജീവിതത്തിൽ ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യവും ശ്രീ നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു. ഇതിനായി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ പങ്കെടുക്കുന്നതും താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. ഈ മാസം 29-ന് ഓൺലൈനായാണ് യോഗം ചേരുക. വിവിധ വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുക്കും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് സൂചിപ്പാറ മേഖലയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വയനാട് സൂചിപ്പാറ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. തിരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നാളെ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിൽ യോഗം ചേരും. സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തെ സൌകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായതായി മന്ത്രി വീണ ജോർജ്. ദേശീയ ആരോഗ്യ ദൌത്യം മുഖേന കേരളം നടപ്പാക്കുന്ന നടപ്പു സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾക്കാണ് അനുമതി ലഭ്യമായത്. 69.35 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് കേന്ദ്ര അംഗീകാരം ലഭിച്ചത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ വനിതകൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളും പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനം. പോലീസ് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനിച്ചത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി അഭിനേത്രിയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു രാജി. യുവ അഭിനേത്രിയുടെ പീഡന ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു. രാജിക്കത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് കൈമാറി. നാളെ ശ്രീകൃഷ്ണ ജയന്തി. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾക്കും ഭക്തർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശോഭായാത്ര നടക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംഗമ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യും. അഷ്ടമി രോഹിണി വള്ളസദ്യ നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കും. വള്ളസദ്യയുടെ ഉദ്ഘാടനം രാവിലെ 11-ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. 500 പറ അരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്. PTI കോഴിക്കോട് ഫോട്ടോഗ്രാഫർ T മോഹൻദാസ് അന്തരിച്ചു. ശസ്ത്രക്രിയയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 2 തവണ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള സംസ്ഥാന അവാർഡും മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രഫിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര കോട്ടയം പനമറ്റം ദേശീയ വായനശാലയിൽ ഇന്ന് നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന കഥയരങ്ങിൽ മലയാളത്തിലെ ശ്രദ്ധേയരായ കഥാകൃത്തുക്കൾ പങ്കെടുത്തു. തുടർന്ന് എഴുത്തുകാരനും അധ്യാപകനുമായ അജയപുരം ജ്യോതിഷ് കുമാർ ചലച്ചിത്ര ഗാനങ്ങളിലെ കാവ്യദീപ്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി വിശാഖപട്ടണത്ത് കണ്ടെത്തിയ അസം സ്വദേശിനി 13-കാരിയുമായി കേരള പോലീസ് സംഘം അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ മാസം 28-ന് ആരംഭിക്കുന്ന പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റുകളെ പിന്തുണയ്ക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയിൽ നിന്ന് 84 ദിവ്യാംഗ അത്ലറ്റുകളാണ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.